بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഅനാ വൻഫഅനാ ബിമാ അല്ലംതനാ അല്ലാഹുമ്മ സിദ്നാ ഇൽമ. അൽ ബഖറയിലെ 185 മുതലുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. വഅലൈക്കും അസ്സലാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. أحل لكم ليلة الصيام الرفث إلى نسائكم هن لباس لكم وأنتم لباس لهن علم الله أنكم كنتم تختانون أنفسكم فتاب عليكم وعفى عنكم فالآن باشروهن وابتغوا ما كتب الله لكم وكلوا واشربوا حتى يتبين لكم الخيط الأبيض من الخيط الأسود من الفجر ثم أتموا الصيام إلى الليل ولا تباشروهن وأنتم عاكفون في المساجد تلك حدود الله فلا تقربوها كذلك يبين الله آياته للناس لعلهم يتقون. കഴിഞ്ഞ ക്ലാസ്സിൽ നോമ്പുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ് തുടങ്ങിയത്. ഈ ആയത്ത് ഓതുമ്പോഴും കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ആയത്തുകളുടെ ഭാഗങ്ങൾ പോയത് നിങ്ങൾക്ക് കാണാം അല്ലേ? അതേ ഒരുപോലെ തന്നെയുള്ള ആയത്തുകൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച് വെച്ചത് മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ തന്നെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കി. ചില വ്യത്യാസങ്ങളുണ്ട്, എന്നാലും നമ്മൾക്കൊരു ഇളവ് തരികയാണ് അള്ളാഹു. കേൾക്കുമ്പോൾ ഒരു സുഖം തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാത്രമൊന്നുമല്ല, മുൻഗാമികൾക്ക് ഈ നോമ്പുണ്ട്. ഇനി ആർക്കെങ്കിലും രോഗം വരികയാണെങ്കിൽ അതല്ലെങ്കിൽ യാത്രയിലാണെങ്കിൽ വേറെ ദിവസങ്ങളിൽ അവർക്ക് നോമ്പെടുക്കാം. ഒപ്പം ആ ആയത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, നോമ്പ് നിർബന്ധമാക്കുന്ന ഫസ്റ്റ് ഘട്ടങ്ങളിൽ കഴിയുന്ന ആളുകൾക്കും നോമ്പെടുക്കാതിരിക്കാൻ ഫിദിയ കൊടുത്താൽ മതിയായിരുന്നു ഈ ആയത്ത് ഇറങ്ങുന്നത് വരെ. അങ്ങനെ സഹാബികളിൽ കഴിവുള്ള ആളുകളും നോമ്പെടുക്കാതെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് നോമ്പെടുക്കാത്ത സഹാബികളുണ്ടായിരുന്നു. എന്നാൽ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീൽ ഖുർആൻ എന്ന ആയത്തോടുകൂടി
ആ ആയത്ത് കഴിഞ്ഞ ആയത്ത് മൻസൂഖായി. അതിൽ കഴിവുള്ള ആളുകൾ തൊണ്ടം കൊടുത്താൽ അല്ലെങ്കിൽ ഫിദിയ കൊടുത്താൽ നോമ്പ് എടുക്കാതിരുന്നാൽ പ്രശ്നമില്ല എന്ന ആ ഭാഗം മായ്ക്കപ്പെടുകയാണ് ഈ ആയത്തോടുകൂടി. എന്താണ് ഈ ആയത്തിൽ പ്രത്യേകത? ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഷഹ്റു റമളാൻ, റമളാൻ മാസം. അല്ലദീ ഉൻസില, അതായത് അവതരിപ്പിക്കപ്പെട്ടതാണ്. ഫീഹി, അതിൽ, അഥവാ ആ മാസത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. അൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് ഏത്? റമളാൻ. എന്താണ് റമളാനിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ തന്നെ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നതാണ് റമളാനിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് അല്ലാഹ് പറയാണ് ഈ ഖുർആനെ കുറിച്ചു, ഹുദൻ, അത് സന്മാർഗമാണ്, അല്ലെങ്കിൽ മാർഗദർശനമാണ്, ലിന്നാസ്, ജനങ്ങൾക്ക്, വബയ്യിനാത്തിൻ, അതുപോലെ തന്നെ തെളിവുകളാണ്, എല്ലാ വിഷയത്തിലുള്ള ഗൈഡൻസ് ആണ് എന്ത്? ഖുർആൻ. റമളാൻ മാസം അത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. ആ ഖുർആനിൻ്റെ പ്രത്യേകത അത് ആളുകൾക്ക് മാർഗദർശനമാണ്, വ്യക്തമായ തെളിവുകളാണ്. വബയ്യിനാത്തിൻ, തെളിവുകളുമാണ്. മിനൽ ഹുദ, സന്മാർഗത്തിൽപ്പെട്ട തെളിവുകൾ. വൽ ഫുർഖാൻ, വിവേചനം. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും തമ്മിലുള്ള വേർതിരിവാണ് ഫുർഖാൻ. ഖുർആൻ്റെ പ്രത്യേകത ഒന്നല്ല പറഞ്ഞത്, അത് ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് മാർഗദർശനമാണ് ഖുർആൻ, ഗൈഡൻസ് ആണ്. വബയ്യിന, ജനങ്ങൾക്കുള്ള തെളിവുകളാണ്. അതുപോലെ തന്നെ മിനൽ ഹുദ വൽ ഫുർഖാൻ, സത്യത്തെയും അസത്യയും വേർതിരിക്കാനും മാർഗദർശനത്തിൽ നിന്നുള്ള തെളിവുകളും ആണ് എന്ത്? ഈ ഖുർആൻ. ഖുർആനിൻ്റെ പ്രത്യേകത ഇതാണ്. അതുകൊണ്ട് ഫമൻ ഷഹിദ മിൻകുമുശ്ശഹർ, ഫമൻ, ആരെങ്കിലും, ഷഹിദ, സാക്ഷിയാവുകയാണ്, മിൻകും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും സാക്ഷിയാവുകയാണ്, അശ്ശഹ്റ, ആ റമളാൻ മാസത്തിൽ, ഫൽ യസുംഹു, അവൻ എന്ത് ചെയ്യട്ടെ? നോമ്പെടുക്കട്ടെ. റമളാനിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ നോമ്പെടുക്കട്ടെ, നിർബന്ധമായി. കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പഠിച്ചിരുന്നു, വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ ത്വആമു മിസ്കീൻ. ഈ ഫിദിയ കൊടുക്കാൻ കഴിവുള്ള ആളുകൾ പിന്നെ അവർ നോമ്പെടുത്തില്ലെങ്കിൽ എന്ത് കൊടുക്കട്ടെ? ഫിദിയ കൊടുക്കട്ടെ. അപ്പോൾ അത്ര സ്ട്രിക്റ്റ് ഇല്ലായിരുന്നു, നിർബന്ധമില്ലായിരുന്നു. ഈ ആയത്തോടുകൂടി അല്ലാഹ് പറഞ്ഞു, ഫമൻ ഷഹിദ മിൻകുമുശ്ശഹ്റ ഫല്യസും, ആരെങ്കിലും ആ മാസത്തിലുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ? നോമ്പെടുക്കട്ടെ. ഫിദിയ കൊടുത്താലൊന്നും ഒഴിവാകൂല. റമളാൻ മാസത്തിൽ ആരൊക്കെ മുസ്ലിമായിട്ട്, പ്രായപൂർത്തിയെത്തിയിട്ട്, ബുദ്ധിയുള്ളവനായിട്ട്, ആരോഗ്യത്തോടു കൂടി നിൽക്കുന്നുണ്ടോ അവനിക്ക് എന്ത് നിർബന്ധമാണ്? നോമ്പ് നിർബന്ധമാണ്. വമൻ കാന മരീളൻ, ആരെങ്കിലും ഇനി രോഗിയാവുകയാണ്, ഔ, അല്ലെങ്കിൽ അലാ സഫരിൻ, യാത്രക്കാരനാണ്, യാത്രയിലാവുകയാണ്, ഫഇദ്ദത്തുൻ, അവൻ്റെ എണ്ണം, മിൻ അയ്യാമിൻ ഉഖർ, എപ്പോഴാണ്? അവൻ മറ്റു ദിവസങ്ങളിലാണ് അവൻ്റെ എണ്ണം, അഥവാ അവൻ്റെ നോമ്പ് വേറെ ദിവസങ്ങളിലാണ്, യാത്ര കഴിയുന്ന ദിവസങ്ങളിൽ അവൻ നോമ്പ് പൂർത്തിയാക്കട്ടെ. യുരീദുല്ലാഹു, അല്ലാഹ് ഉദ്ദേശിക്കുന്നു, ബിക്കുമുൽ യുസ്ർ, അല്ലാഹ് നിങ്ങളിൽ എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്റ, അല്ലാഹ് നിങ്ങളിൽ എന്തു ഉദ്ദേശിക്കുന്നില്ല? പ്രയാസം ഉദ്ദേശിക്കുന്നില്ല. എന്നിട്ട് അല്ലാഹ് പറയാണ്, വലി തുക്മിലുൽ ഇദ്ദ, നിങ്ങൾ എണ്ണം പൂർത്തിയാക്കാൻ വേണ്ടി, വലി തുകബ്ബിറുല്ലാ, നിങ്ങൾ തക്ബീർ ചൊല്ലാൻ വേണ്ടിയും, വലി തുകബ്ബിറുല്ലാ, അള്ളാഹുവിനെ തക്ബീർ ചൊല്ലാൻ വേണ്ടിയും, അലാമ ഹദാക്കും, നിങ്ങൾക്ക് അള്ളാഹു മാർഗദർശനം തന്നതിൻ്റെ പേരിൽ, വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകുന്നു എന്ന് അള്ളാഹ് സൂചിപ്പിക്കുകയാണ്. ഒന്നും കൂടെ അർത്ഥം ശ്രദ്ധിക്കുക. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാൻ മാസം അഥവാ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതാണ്. ഹുദൽ ലിന്നാസ്, അത് ജനങ്ങൾക്ക് മാർഗദർശനമാണ്. വബയ്യിനാത്തിം, ദൃഷ്ടാന്തവുമാണ്, തെളിവുകളുമാണ്. മിനൽ ഹുദ വൽ ഫുർഖാൻ, സന്മാർഗത്തിൽ നിന്നും സത്യ അസത്യ വിവേചനത്തിൽ നിന്നും. ഫമൻ ഷഹിദ മിൻകുമുശ്ശഹ്ർ, ആരെങ്കിലും അതിൽ ആ മാസത്തിൽ സാക്ഷികളാവുകയാണെങ്കിൽ, ഫല്യസുംഹു, അവൻ നോമ്പെടുക്കട്ടെ. വമൻ കാന മരീളൻ, ഇനി ആരെങ്കിലും രോഗിയാവുകയാണ്, ഔ അലാ സഫർ, അല്ലെങ്കിൽ യാത്രക്കാരനാവുകയാണ്, ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, അവൻ്റെ നോമ്പ് മറ്റുള്ള ദിവസങ്ങളിലാണ് അവൻ്റെ എണ്ണം. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പം ഉദ്ദേശിക്കുന്നു. വലാ യുരീദു ബിക്കുമുൽ ഉസ്റ, അള്ളാഹു തആല നിങ്ങൾക്ക് പ്രയാസം ഉദ്ദേശിക്കുന്നില്ല. വലി തുക്മിലുൽ ഇദ്ദ, നിങ്ങൾ എണ്ണം പൂർത്തിയാക്കാൻ വേണ്ടിയും,
വലി തുക്കബ്ബിറുള്ള അള്ളാഹുവിൽ തക്ബീർ ചെല്ലാൻ വേണ്ടിയും അലാമ ഹദാക്കും നിങ്ങളെ അള്ളാഹു ആ നേർമാർഗത്തിലാക്കിയതിൻ്റെ പേരിൽ വല അല്ലക്കും നിങ്ങളായിത്തീരാൻ നിങ്ങളല്ലെങ്കിൽ ആയേക്കാം തഷ്കുറൂൻ നന്ദിയുള്ളവർ. അർത്ഥം മനസ്സിലായോ? ഒന്നാമത് പഠിക്കേണ്ടത് റമളാനിലാണ് ഖുർആൻ ഇറങ്ങിയത്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കില്ലെങ്കിലും ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാകും. നിങ്ങൾക്കത് അറിയുന്നതായിരിക്കും അല്ലേ? റമളാൻ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് എല്ലാവർക്കും അറിയാം. ചെറിയൊരു സൂറത്ത് നമ്മളത് പഠിച്ചിട്ടുണ്ട്. ഏത് റമളാനിൽ എപ്പോഴാണ് ഖുർആൻ ഇറങ്ങിയത്? ഏത് ദിവസത്തിലാണ് ഇറങ്ങിയത്? ലൈലത്തുൽ ഖദർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ അല്ലേ? അനുഗ്രഹീത രാവ് എന്ന സൂറത്തു ദുഹാനിലും ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തി മുബാറക അനുഗ്രഹീത രാവ് എന്നും പറഞ്ഞ് സൂറത്തു ദുഹാനിലുമുണ്ട്. പിന്നെ അതല്ലാതെ വേറെ ദിവസങ്ങളിൽ ശഅബാൻ 15 ഖുർആൻ ഇറങ്ങി ആ നിലക്കുള്ള സൂറത്തു ദുഹാനിൻ്റെ ഈ ആയത്ത് വെച്ചിട്ട് അതല്ലെങ്കിൽ ശഅബാൻ 15 രാവ് പ്രത്യേകം നോമ്പെടുത്ത് അതല്ലെങ്കിൽ ആചാരങ്ങൾ ഉണ്ടാക്കി ശഅബാൻ 15 പ്രത്യേകം ഭക്ഷണങ്ങൾ ഉണ്ടാക്കി അത് കഴിച്ചു, യാസീൻ ഓതി, പല നിലക്കും ഖുർആൻ ഇറങ്ങിയ രാവ എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തി മുബാറക എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ അനുഗ്രഹീത രാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈലത്തുൽ ഖദറാണ്. കാരണം സൂറത്തുൽ ബഖറയിൽ അല്ലാഹ് പറഞ്ഞു ഖുർആൻ അവതരിച്ച മാസം റമളാനാണ്. റമളാനിൽ എപ്പോഴാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന സൂറത്തിൽ അതും പറഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ളൊരു സംശയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ 23 വർഷം കൊണ്ട് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് ഇറങ്ങിയത്. പിന്നെ എന്താ ഈ ലൈലത്തുൽ ഖദറിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ റസൂലുള്ളാഹിക്ക് ലൈലത്തുൽ ഖദറിനാണോ ഖുർആൻ കിട്ടിയത്? നടന്നു പോകുമ്പോൾ കിട്ടിയിട്ടുണ്ട്, പള്ളിയിൽ ഇരിക്കുമ്പോൾ കിട്ടിയിട്ടുണ്ട്, പല സമയത്തും കിട്ടിയിട്ടുണ്ട്. ഇഖ്റ ബിസ്മി അതാണോ ഉദ്ദേശിക്കുന്നത്? പണ്ഡിതന്മാരൊന്ന് അഭിപ്രായം പറഞ്ഞു നോക്കി. അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലേ. യെസ്, മാഷാ അല്ലാഹ്. കാസിംക പറഞ്ഞതാണ് കറക്റ്റ്. എല്ലാ രേഖയും അള്ളാഹിൻ്റെ ലൗഹുൽ മഹ്ഫൂദിലാണ് ഉള്ളത് അല്ലേ? അതിലെഴുതി വെച്ചതേ എന്ത് ചെയ്യൂ? നടക്കൂ. ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ചതേ നടക്കൂ. സാന്ദർഭികമായിട്ട് ഒരു കഥ ഓർമ്മിക്കുന്നു. നമ്മുടെ നാട്ടിലത്തെ ഈ അന്ധവിശ്വാസത്തിലൊരു കഥയുണ്ട്. മുദീ ഷെഖിനൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ അദ്ദേഹം കൊടുത്തൊരു ഒരു വലിയ ഒരു ഉത്തരം അള്ളാഹിൻ്റെ നിയമത്തെ മാറ്റണം. അള്ളാഹിൻ്റെ നിയമങ്ങളൊക്കെ എവിടെ എഴുതി വെച്ചത്? ലൗഹുൽ മഹ്ഫൂദിൽ. ഒരു ചങ്ങാതിക്ക് കുട്ടീനെ കൊടുക്കാനുള്ള ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ഈ പുസ്തകത്തിൽ എഴുതി വെക്കുകയാണ് ലൗഹുൽ മഹ്ഫൂദിൽ ലൈസ ലഹു വലദുൻ, അവന് കുട്ടിയില്ല. അള്ളാഹിൻ്റെ തീരുമാനം അത്. പക്ഷെ ഇയാൾ മൊയ്തീൻ ഷെഖിനോട് ഇങ്ങനെ ദുആ ചെയ്യും, എനിക്ക് കുട്ടീനാണോ, എനിക്ക് കുട്ടീനാണോ, എനിക്ക് കുട്ടീനാണോ. മൊയ്തീൻ ഷെഖിനോട് എന്ത് ചോദിച്ചാലും കിട്ടുന്നതാണ് ഇവരെ വിശ്വാസം. അതാണ് പ്രചരിപ്പിക്കുന്നത്. ആ പുസ്തകത്തിൽ എഴുതി വെക്കുകയാണ്. എന്നിട്ട് മൊയ്തീൻ ഷെഖ് തൻ്റെ തലപ്പാവ് അങ്ങോട്ട് എറിയാണ് ലൗഹുൽ മഹ്ഫൂദിലേക്ക്. അത് ആ ബോർഡിൽ ഇങ്ങനെ ബോർഡിൽ ചോക്കൊണ്ട് എഴുതിയിട്ട് ആ ഇതിനെ കൊണ്ട് ഇങ്ങനെ മയക്കുന്നത് പോലെ ലൈസ ലഹു വലതുണ്ട് ലൈസാണ്ട് വായിച്ച്. പിന്നെന്താ ബാക്കി ഉണ്ടാവുക? ലഹു വലത്, അവന് കുട്ടി ഉണ്ട്. അള്ള എഴുതി വെച്ചത് ലൈസ ലഹു വലത്, കുട്ടിയില്ല. മൊയ്തീൻ ഷെയ്ഖ് വായിച്ചപ്പോൾ ലഹു വലതായി. ഈ കഥ നാട്ടിലുണ്ട് കേട്ടോ, നമ്മൾ ഉണ്ടാക്കി പറഞ്ഞതല്ല. ആ ആളുകളുടെ ധാരണ ലഹു എന്ന് പറഞ്ഞ ഒരു ബോർഡ് എന്നൊക്കെ, ഒരു പലക. ആൾക്കാരുടെ ധാരണ വലിയ ഹോട്ടലത്തെ മെനു എഴുതുന്നത് പോലെ അള്ള ഇങ്ങനെ എഴുതി വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് വായിച്ചാൽ അതിപ്രം മാറി. ഇതല്ല അള്ളാഹുവിൻ്റെ രേഖ. ആ രേഖയിൽ ഉള്ളതേ എന്ത് ചെയ്യും? ലോകത്ത് സംഭവിക്കൂ. അതുകൊണ്ടാണ് ഞാൻ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ സാമ്പത്തികപരമായ വിഷയം വരുമ്പോഴും ജോലി തെറിക്കുമ്പോഴും ജോലി നഷ്ടപ്പെടുമ്പോഴും ഒക്കെ വരുമ്പോഴും ആരും ടെൻഷൻ അടിക്കേണ്ട. പുതിയത് സംഭവിച്ചതല്ല, അവിടെ എഴുതി വെച്ചത് നടന്നതാ, നമുക്കറിയുന്നില്ല എന്നേ ഉള്ളൂ. ഇവിടെ വാ നിങ്ങൾ. ഈ ഖുർആൻ ലൈലത്തുൽ ഖദറിനാണ് അവതരിച്ചത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1-ാം ആകാശത്തേക്ക് ഖുർആൻ ഇറങ്ങിയതാണ് ഈ വിഷയം. റമളാനിലെ ലൈലത്തുൽ ഖദറിൽ 1-ാം ആകാശത്ത് നിന്ന് ഘട്ടം ഘട്ടമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്തത്? ഖുർആൻ ഇറങ്ങിയത്. അതാണ് അതിൻ്റെ അഭിപ്രായം. മനസ്സിലായല്ലോ? ഇതാണതിൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് നാളെ ഇനിയൊരു ആവശ്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാകരുത് കേട്ടോ. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നിച്ച് ഖുർആൻ ഇറങ്ങുന്നു 1-ാം ആകാശത്തേക്ക്. അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആവശ്യത്തിനനുസരിച്ചിട്ട് ചില സൂറത്തിൻ്റെ ആദ്യ ഭാഗം, പിന്നീട് വേറെ ഭാഗം, ഇഖ്റയിൻ്റെ ഫുൾ ഇറക്കി കൊടുത്തിട്ടില്ല. പിന്നെ യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്നുള്ള സൂറത്താണ് പിന്നെ വന്നത്. പിന്നെ ഇങ്ങനെ ഓരോന്നും. പിന്നെയും നമ്മൾക്ക് ഖുർആനുമായിട്ട് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകരുത്. റസൂലുള്ളാഹിക്ക് ഇങ്ങനെ ചെതറിയിട്ടാണ് ഖുർആൻ വന്നത്. സൂറത്ത് ഒന്നായിട്ട് വന്നതുകൊണ്ട്
പിന്നെ ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം ഇഷ്ടപ്രകാരം ആദ്യം ഒരു ഫാത്തിഹ വെച്ചു, പിന്നെ ഏറ്റവും വലിയ സൂറത്തായതുകൊണ്ട് ബഖറ വെച്ചു, പിന്നീട് അതിനോടടുത്ത സൂറത്താണ് ആലി ഇമ്രാൻ വെച്ചതല്ല. എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ഫാത്തിഹയുടെ പൂർത്തീകരണമാണ് അൽ ബഖറ. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നതിൻ്റെ പൂർത്തീകരണമാണ് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, പൂർത്തീകരണമാണത്. ഇതിൻ്റെ പൂർത്തീകരണമാണ് ആലു ഇമ്രാൻ. ഇത് വെച്ചതും റസൂലുള്ളാഹിയുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല. ഖുർആൻ 114 അധ്യായങ്ങൾ വെച്ചതും ആരുടെ നിർദ്ദേശപ്രകാരമാണ്? അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം. ഖുർആനുമായി ബന്ധപ്പെട്ട ചെറിയൊരു സൂചനയാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത്. ഈ ഖുർആൻ അവതരിച്ചു എന്നതാണ് റമദാനിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഖുർആനായിരുന്നു എല്ലാ പണ്ഡിതന്മാരും എല്ലാ സലഫുസാലിഹീങ്ങളും സഹാബികളൊക്കെ ഏത് വിഷയവും മാറ്റിവെച്ച റമദാനായ പിന്നെന്താണ്? ഖുർആൻ്റെ അകത്ത് ഖുർആൻ പഠിക്കല്ല. അത് ആ നിലക്കാണ്. CD ഇട്ടിട്ട് കേൾക്കലല്ല, അല്ലേ? നമുക്ക് തിരക്കുകൊണ്ട് അതിനും നേരെയില്ല, ഇട്ട് കേൾക്കുക, നമ്മളെ പണിയൊക്കെ നടക്കും. അല്ല, ഖുർആനുമായിട്ട് നന്നായിട്ട് ബന്ധപ്പെടുക. ഈ നിലക്ക് റമദാനിൻ്റെ പ്രത്യേകത ഖുർആൻ ഓതലാണ്. ഈ ഖുർആൻ ഒരാൾക്ക് അനുകൂലമായിട്ട് വരും, പരലോകത്ത് പ്രതികൂലമായിട്ടും വരും. നമ്മൾ പഠിച്ചു നോക്കുക. ഖുർആൻ ഓതി നിസ്കരിക്കുന്ന ആളുകൾ, ഖുർആൻ എപ്പോഴും നിരന്തരം ബന്ധപ്പെടുന്ന ആളുകൾ ഖുർആൻ പറയും, എന്നെ ഓതിയിട്ട് ഇവൻ്റെ തൊണ്ട പറ്റിയിട്ടുണ്ട് റബ്ബേ, അല്ലേ? രാത്രി നിസ്കാരത്തിലൊക്കെ ഇവൻ ഓതിയിട്ട് ഉറക്ക് പോക്കിയിട്ടുണ്ട് റബ്ബേ. അനുകൂലമായിട്ട് വരും. ഖുർആൻ അവഗണിച്ച ആൾക്കാരുണ്ടാകും, അല്ലേ? നമ്മൾ പഠിക്കണം. തപ്പിത്തടഞ്ഞ് ഖുർആൻ, ആളുകളുടെ പരാതി എന്താ ഖുർആൻ എന്താ ഖുർആൻ്റെ ഇതൊന്നും വരാത്തത്, എനിക്ക് അറിയാത്ത ഉസ്താദ് എന്ന് നമ്മൾക്ക് പറയും. പക്ഷെ തപ്പിത്തടഞ്ഞ് ഓതുന്ന ആളുകൾക്ക് 2 കൂലിയാണ്. ഒന്ന് പ്രയാസപ്പെട്ട കൂലി, ഒന്ന് ഓതിയ കൂലി. അറിയില്ല എന്ന് പറഞ്ഞ ആൾക്കാരെന്നാൽ പഠിക്കുന്നൊരു ക്ലാസ് വെച്ചാൽ വരുമോ? അതിൽ വരികയില്ല. അല്ല, ഒരിക്കലും പഠിക്കാൻ തയ്യാറല്ല, ഒരിക്കലും നമ്മൾ വായിക്കാനും തയ്യാറല്ല. ആ നിലക്ക് നമ്മൾ ആകരുത്. അലിഫ് എന്ന അക്ഷരം ഓതിയാൽ എത്ര കൂലിയുണ്ട്? 10 കൂലിയുണ്ട്. ലാം എന്നോതിയാൽ 10 കൂലിയുണ്ട്. അലിഫ് ലാം മീം എന്നോതിയാൽ 30 കൂലിയുണ്ട്. ഇത് ഖുർആനല്ലാത്ത വേറെ എന്തിനാണുള്ളത്? കേട്ടാ കൂലിയുണ്ട് ഖുർആൻ. നമ്മൾ ഡ്രൈവിങ്ങിലും ജോലിയിലൊക്കെ ഖുർആൻ കേട്ടാ കൂലിയുണ്ട്. എന്നാൽ ഒരു സ്ഥലത്ത് ഖുർആൻ ഇങ്ങനെ വെക്കുക, അതിനെ അശ്രദ്ധമാക്കിയിട്ട് നമ്മൾ വേറെ പണിയെടുക്കാൻ പാടില്ല. പണ്ട് നാട്ടിലത്തെ വാതിൻ്റെ സ്ഥലത്തൊക്കെ കാണലുണ്ട്, മൊയിലാരി വരുന്നവരെ ഖുർആനായിരിക്കും ഓതുക, കടല വെക്കുന്നുണ്ടാവും, വേറെ പണിയൊക്കെ നടക്കുന്നുണ്ടാവും. അപ്പോൾ അത് പാടില്ല. ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ ഫഅൻസിതൂല, നിങ്ങൾ എന്ത് ചെയ്യണം? മിണ്ടാതിരുന്ന് കേട്ടിരിക്കണം. അതാ ചെയ്യേണ്ടത്. സൂറത്തുൽ ഫുർഖാൻ ഒരായത്തുണ്ട്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് വന്നിട്ട് പറയും, പഠിച്ചോനെ, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, എൻ്റെ ജനത ഈ ഖുർആനെ തട്ടിക്കളഞ്ഞു റബ്ബേ. റസൂൽ നമ്മൾക്കെതിരെ പരാതി പറയാണ്, ഖുർആനെ തട്ടിക്കളഞ്ഞു. ഖബറിലുള്ള ശിക്ഷയാണ്. പിന്നെ ഈ ഒരു ചെരിച്ച് കിടത്തിയിട്ട് കല്ലുകൊണ്ട് ഏറ് കിട്ടുന്ന മനുഷ്യൻ ഖിയാമത്ത് നാൾ വരെ അതിൽ ഒന്ന് അള്ളാഹു ഖുർആൻ കൊടുത്തിട്ട് ആ ഖുർആൻ ഓതാത്ത ആൾക്കാരാണ്. ദുനിയാവത്ത് എല്ലാം വായിക്കുന്നുണ്ട്, എല്ലാ സോഷ്യൽ മീഡിയയിലും സജീവമായിട്ട് പങ്കുവെക്കുന്നുണ്ട്, എല്ലാ ഗ്രൂപ്പിലും അവനുണ്ട്, എല്ലാത്തിൻ്റെയും വലിയ കാര്യം നിയന്ത്രിക്കുന്ന ആളാണ്. പക്ഷെ ഖുർആനുമായി ബന്ധപ്പെട്ടവൻ ജീവിച്ചിട്ടില്ല, അർത്ഥം പഠിച്ചിട്ടില്ല. ഞാൻ ഈ ഓഡിറ്റോറിയത്തിലിരിക്കുന്ന എല്ലാവരോടും ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമല്ലോ, അല്ലേ? കുറേ ആളുകൾ നമുക്ക് ബോധ്യപ്പെട്ടു, നമ്മൾ എത്രത്തോളം ഇതുമായിട്ട് സഹകരിക്കുന്നുണ്ട്, പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഓരോരുത്തരും ഗൗരവത്തിൽ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഖുർആനും ഞാനും തമ്മിൽ എന്ത് ബന്ധമുണ്ട്? എനിക്കുള്ള ഗൈഡൻസാണ് ഈ ഖുർആൻ. ഞാൻ എന്ത് ചെയ്യണം, എന്ത് കാണണം എന്നുള്ളത്. അത് ജീവിച്ചിരിക്കുന്ന സൂറത്തു യാസീനിൽ പറഞ്ഞു, ലിയുൻദിറ മൻ കാന ഹയ്യൻ, ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീതാണ് ഇത് ഖുർആൻ. ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത്, ജീവിച്ചിരിക്കുന്നവനോട് പറയാണ്. അല്ലാതെ നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെ ഒരാൾ മരണപ്പെട്ട് കിടക്കുന്ന ചുറ്റും ഇരുന്നിട്ട് ഇങ്ങനെ ഓതുകയാണ്, ഇങ്ങനെ ഓതുക. യാസീൻ ഓതുമ്പോൾ അതിൻ്റെ അകത്ത് ഓതുന്നുണ്ട്, ലിയുൻദിറ മൻ കാന ഹയ്യൻ, ജീവിച്ചിരിക്കുന്നവർക്കാണ്. ആ മരണപ്പെട്ടൊരു മനുഷ്യൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് വലാ തഖ്റബു സിന, നീ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞിട്ടിരുന്ന കാര്യമുണ്ടോ? അല്ലേ? ഇത് ജീവിച്ചിരിക്കുമ്പോൾ പഠിക്കണം, എല്ലാം പഠിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ബർക്കത്തുണ്ടാകുന്നത്, ജീവിതത്തിൽ പ്രകാശങ്ങൾ ഉണ്ടാകുന്നത്. ഇതാണ് റമദാനിൻ്റെ പ്രത്യേകത. ഖുർആൻ ഇറങ്ങി. ആ ഖുർആൻ ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് മാർഗദർശനമാണ്. വബയ്യിന, തെളിവാണ്. മിനൽ ഹുദ, മാർഗദർശനത്തിലെ തെളിവ്. വൽ ഫുർഖാൻ, സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്നു. ഖുർആൻ്റെ വേറൊരു പേരാണെന്ത്? ഫുർഖാൻ. ഫുർഖാൻ എന്നുള്ളത് സത്യ അസത്യ വേർതിരിവ്. ബദർ യുദ്ധത്തിന് മറ്റൊരു പേരാണത്, സത്യ അസത്യം തമ്മിലുള്ളൊരു പേര്, അല്ലേ? അതാണ് ഖുർആനിൻ്റെ പ്രത്യേകത. സത്യം മാത്രമേ ഉള്ളൂ, നേര് മാത്രമേ ഉള്ളൂ. ഒരാൾക്കും ഇന്ന് വരെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല, പിന്നെ ഇതിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. വെല്ലുവിളിയായിട്ടും എന്തായിട്ടും ഖുർആൻ എന്ത് ചെയ്യുന്നു? നിൽക്കുന്നു. ഖുർആൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ വായിക്കപ്പെടുന്നത് എന്ന
അതിങ്ങനെ ലോകത്തെ ഏറ്റവും കൂടുതൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥം ഏതാണ്? ഖുർആൻ തന്നെ. ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കുന്ന ഗ്രന്ഥവും ഖുർആനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ വായിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രന്ഥം ഏതാണ്? ഖുർആനാണ്. മനസ്സിലാക്കുക. ഫമൻ ഷഹിദ മിൻകുമു ഷഹ്റ ഫല്യസും. റമദാനിൽ ആരെങ്കിലും സാക്ഷി ഉണ്ടെങ്കിൽ നോമ്പെടുക്കട്ടെ. ഉദ്ദേശം ഞാൻ പറഞ്ഞു, റമദാനിൽ ആരോഗ്യത്തോടുകൂടി യാത്രക്കാരനൊന്നല്ലെങ്കിൽ പിന്നെ മുസ്ലിമായിട്ട്, അല്ലേ, കണ്ടീഷനാണ്. ആരുടെ നോമ്പാണ് സ്വീകരിക്കുക? മുസ്ലിമാകണം. അവനാണ് നോമ്പ് നിർബന്ധം. പ്രായപൂർത്തിയെത്തിയ ആളുകൾക്കാണ് നോമ്പ് നിർബന്ധം. ബുദ്ധി വേണം, അവനാണ് നോമ്പ് നിർബന്ധം. ഭ്രാന്തൊന്നും ഉണ്ടാകരുത്. ആ നിലക്ക് ബോധക്ഷയങ്ങളൊന്നും സംഭവിക്കാത്ത ഒരു മനുഷ്യർക്ക് നോമ്പ് നിർബന്ധമാണ്. ഒരാളും എന്ത് ചെയ്യരുത്? നോമ്പ് ഒഴിവാക്കരുത്. അങ്ങനെ നോമ്പ് ഒഴിവാക്കിപ്പോയാൽ അള്ളാഹുവിലേക്ക് അവൻ ഖേദിച്ച് മടങ്ങേണ്ടതാണ്. അവൻ നിർബന്ധമായി നോമ്പെടുക്കണം. ഇനി കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതുപോലെ വമൻ കാന മരീളൻ, ആരെങ്കിലും രോഗിയായി, സംഭവിക്കുമല്ലോ, ഔ അലാ സഫർ, യാത്രയിലായി, ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, അവരെപ്പോൾ നോമ്പെടുക്കട്ടെ? പിന്നീട് നോമ്പെടുക്കട്ടെ. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു, ആ വിഷയം പറഞ്ഞു തരാം. രോഗിയായി കഴിഞ്ഞാൽ ആളുകൾക്കിടയിലൊരു സ്വഭാവമുണ്ട്, പിന്നെ രോഗിയായി 10 നോമ്പൊഴിവായി, അപ്പോൾ പിന്നെ ഫിദിയ കൊടുത്തിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടുക പാടില്ല. രോഗം മാറിക്കഴിഞ്ഞാൽ നോമ്പ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? കടം വീട്ടണം. അതുപോലെ തന്നെ യാത്രക്കാരൻ യാത്ര കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കടം വീട്ടണം. പിന്നെ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അവരെ പണ്ഡിതന്മാർ രോഗികളോട് പിന്നെ സാദൃശ്യപ്പെടുത്തുന്നു. അവരും പിന്നെ വീട്ടണം. മുല കൊടുക്കുന്ന സ്ത്രീ അവരും ആ സമയം കഴിഞ്ഞാൽ ഇത് വീട്ടണം. ഇതൊക്കെ പിന്നെ അവർക്കുള്ള ഇളവുകളാണ്. ഈ ഇളവിൻ്റെ സമയം കഴിഞ്ഞിട്ട് ആരോഗ്യമുണ്ടെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? നോമ്പ് വീട്ടണം. പിന്നെ ആരാണ് ഈ നമ്മുടെ നാട്ടിൽ ഈ ഫിദിയ കൊടുക്കേണ്ടത്? ആരാണ്? വാർദ്ധക്യം ബാധിച്ച ആളുകളുണ്ടാകും, നിത്യരോഗി ഉണ്ടാവും, അസുഖം മാറൂല, മരുന്നുകൾ ഇങ്ങനെ അത് കുടിച്ചുകൊണ്ടിരിക്കണം, പ്രായത്തിയിട്ട് ഒരിക്കലും കഴിയൂല. ആ ആളുകളാണ് നോമ്പ് ഒഴിവാക്കിയിട്ട് അവരെന്ത് ചെയ്യേണ്ടത്? ഫിദിയ കൊടുക്കേണ്ടത്. മനസ്സിലാക്കുന്നില്ലേ നിങ്ങൾക്ക്? നോമ്പ് പിന്നീട് വീട്ടാൻ പ്രയാസമുള്ള ആളുകൾ, അങ്ങനത്തെ നിത്യരോഗികളോ വാർദ്ധക്യം ബാധിച്ച ആണോ പെണ്ണോ, അല്ലേ, കിളവന്മാരോ കിളവികളോ, അവരൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്? ഫിദിയ കൊടുത്ത് ചെയ്യേണ്ടത്. ഇനി രോഗികളാണെങ്കിൽ അവരെന്ത് ചെയ്യണം? ഈ നിലക്ക് ചെയ്യണം, രോഗം മാറിയാൽ. ഇനി അവർ രോഗം മാറുന്നില്ല, ഞാൻ പറഞ്ഞ നിത്യരോഗിയായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഇങ്ങനെ പോകുന്നതാണ്. പെണ്ണ് ഗർഭിണിയാകുന്നു, മുല കൊടുക്കുന്നു, വീണ്ടും അസുഖം വരുന്നു, ആ അസുഖം മാറി പിന്നീട് ഗർഭിണിയാകുന്നു, പിന്നീട് പ്രയാസങ്ങൾ ഉണ്ടായി പോകുന്നു. നോമ്പ് വീട്ടാൻ കഴിയാത്ത ആളുകൾ, അവർക്കാണ് എന്ത്? ഫിദിയ. അള്ളാഹു അപ്പോഴും കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു, അങ്ങനെ ഫിദിയ കൊടുക്കുന്ന ആളുകൾ പോലും പിന്നെ ഫമൻ തതവ്വ ഖൈറൻ ഫഹുവ ഖൈറുൻ ലഹു, ആ ഫിദിയനോടൊപ്പം ഖൈറ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? ഖൈറാണ്, അത് ഏറ്റവും നല്ലതാണ്. ഫിദിയനോടൊപ്പം തന്നെ നോമ്പ് വീട്ടി ഫിദിയം കൊടുത്തു, ഖൈർ, നന്മ ചെയ്തു. ഇനി അള്ളാഹു പറയും വഅൻ തസൂമു ഖൈറുൻ ലക്കും, ഫിദിയ കൊടുക്കലല്ല ഏറ്റവും ഖൈർ. എപ്പോഴും എന്താ ഖൈർ? നോമ്പ് നോറ്റ് വീട്ടലാണ് ഖൈർ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അറിയുന്നത് ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരും കേട്ടോ. ഇതാണ് ആ നിലക്ക് പിന്നെ നോമ്പുമായി ബന്ധപ്പെട്ട് നോമ്പ് നഷ്ടപ്പെട്ടാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കഴിഞ്ഞ ക്ലാസ് സൂചിപ്പിച്ചിരുന്നു, ഇല്ലാത്തവർക്ക് വേണ്ടി പറയാണ്, യാത്രക്കാരന് നോമ്പ് ഇളവുണ്ട്, പക്ഷേ യാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്തുള്ളൂ? അവർക്ക് ഇളവുള്ളൂ. അതുപോലെ തന്നെ ഇതിലും യാത്ര രോഗം, ജലദോഷവും രോഗമാണ്, ക്യാൻസറും രോഗമാണ്, പനിയും രോഗമാണ്. ഏത് രോഗിക്കാണ് ഇളവ് എന്നത് അവന് മനസ്സിലാക്കും, അല്ലേ? യാത്ര ദമാമിലേക്കും യാത്രയാണ്, ജിദ്ദയിലേക്കും യാത്രയാണ്. ഏതാണ് എന്നത് എന്ത് ചെയ്യണം? അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹ് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖ്റ, മറ്റു ദിവസങ്ങളിൽ എണ്ണം പൂർത്തിയാക്കട്ടെ. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ, അള്ളാഹ് ഒരിക്കലും നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല ഒരു പ്രയാസം, പിന്നെ അതുപോലെ തന്നെ ആ നിലക്ക് അള്ളാഹു ഒരു ബുദ്ധിമുട്ട് ഒരാൾക്കും ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് അള്ളാഹ് എല്ലാവർക്കും എളുപ്പമാണ് എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. എന്നിട്ട് ഈ ആയത്ത് പിടിച്ചിട്ട് അള്ളാഹ് ഇസ്ലാമിലെപ്പോഴും അള്ളാഹു തആല ഇളവുകൾ എന്നുള്ള രീതിയിൽ പല നിലക്കുള്ള ഹദീസുകളൊക്കെ ക്രോഡീകരിച്ചിട്ടുണ്ടാകും. ഇസ്ലാമിൽ എല്ലാത്തിലും ഇളവുണ്ട്. അള്ളാഹ് ഒരിക്കലും നമുക്ക് തോന്നുകയാണ് അത് പ്രയാസം, അപ്പോൾ അള്ളാഹിൻ്റെ ഖുർആൻ്റെ അകത്തിൻ്റെ ആയത്ത് അള്ളാഹ് പ്രയാസം ഉദ്ദേശിക്കുന്നില്ല, അപ്പോൾ എനിക്കത് എളുപ്പം, എനിക്കൊരു തെറ്റ് ചെയ്യണം, ആ തെറ്റ് ചെയ്യാതിരിക്കാൻ വലിയ പ്രയാസം. അള്ളാഹു എപ്പോഴും എളുപ്പമാണ് ഇഷ്ടപ്പെടുന്നത്, അതുകൊണ്ട് ആ തെറ്റ് ന്യായീകരിക്കാൻ പാടില്ല. ഇസ്ലാമിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് വേണം ഇതൊക്കെ ചെയ്യാൻ. വലിതുക്മിലുൽ ഇദ്ദ, നിങ്ങൾ എണ്ണം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. അഥവാ നോമ്പ് നഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടാകും,
അവരൊക്കെ പിന്നീട് നോമ്പ് വീട്ടാൻ വേണ്ടി എന്തിനാ പറഞ്ഞത്? ആ എണ്ണ പൂർത്തിയാക്കുക. എണ്ണ നഷ്ടപ്പെടുമല്ലോ. ഇപ്പം നോമ്പ് കാലത്ത് നോമ്പ് പാടില്ലാത്ത സ്ത്രീകളുണ്ടാകും, രോഗികളുണ്ടാകും, യാത്രക്കാരുണ്ടാകും. ആ ഗ്യാപ്പ് വന്നവർക്ക് ആ ഗ്യാപ്പ് വലിയ തുക്മിലുൽ ഇദ്ദ, പിന്നീട് നോമ്പ് നോറ്റുവിട്ടാൻ വേണ്ടി പറഞ്ഞത് ആ ഇദ്ദ എണ്ണം പൂർത്തിയാക്കാനാണ്. വലിയ തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, അള്ളാഹു താല നിങ്ങൾക്ക് നേർമാർഗം തന്നില്ലേ, അതിനുവേണ്ടി അള്ളാഹുവിനെ എന്ത് ചെയ്യുക? പ്രകീർത്തിക്ക്. ഈ സൗകര്യങ്ങളൊക്കെ തന്നത് ആരാണ്? അള്ളയാണ്. ആ അള്ളാഹുവിനെ ഒരിക്കലും എന്ത് ചെയ്യരുത്? മറന്ന് ജീവിക്കരുത്. ആ അള്ളാഹു നമ്മൾക്ക് തന്ന എല്ലാ വിഷയത്തിലും പിന്നെ ഈ നിലക്ക് റബ്ബിനോട് കൂടുതൽ തസ്ബീഹും തക്ബീറും കാണിച്ച് അടുക്കണം. എത്രയാണ് യാത്രയിൽ എത്ര വരെ നോമ്പ് വീട്ടാം, നോമ്പ് പിന്നെ എടുക്കാതിരിക്കാം? രോഗികൾക്കിടെ സമയം എത്രയാണ്, എത്ര സമയങ്ങളാണ്, എത്ര കാലാണ്, ഇതിനൊന്നും അള്ള എണ്ണം പറഞ്ഞിട്ടില്ല. അവിടെ കള്ള ഉപയോഗിച്ച പദം നിങ്ങൾക്കല്ല എളുപ്പം ഉദ്ദേശിക്കുന്നു, പ്രയാസമില്ല. ആ തീരുമാനം പിന്നെ ആരിലേക്കാണ് വരുന്നത്? നമ്മളിലേക്കാണ് വരുന്നത്. അഥവാ അള്ളാഹു നമ്മൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാണ്? ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാണ്. ഇനി നമ്മൾ മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുറേ ഹദീസുകൾ ഇതിൻ്റെ 312-ാമത്തെ പേജ് നിങ്ങൾക്ക് കാണാം. യാത്രയിൽ റസൂലുള്ള നോമ്പ് എടുത്തത്, യാത്രയിൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് മുറിച്ചത്, രണ്ടിനും തെളിവുകളുണ്ട്. യാത്രയിൽ നോമ്പ് എടുക്കാനും തെളിവുണ്ട്, യാത്രയിൽ നോമ്പ് മുറിക്കാനും തെളിവുണ്ട്. പണ്ഡിതന്മാർ ഇതൊക്കെ വെച്ച് പഠിച്ചിട്ട് പറയുന്നത്, നമ്മളെ ശരീരത്തെ കൊല്ലരുത്, പ്രയാസപ്പെടുത്തരുത്. അള്ളാഹു നമ്മൾക്ക് ഇളവ് തന്നിട്ടുണ്ട്, ആ ഇളവ് എടുക്കലാണെന്ത്? ഖൈർ. ഒരു യാത്രയിൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാത്രം ഇങ്ങനെ പിടിച്ചിട്ട് പിന്നെ വെള്ളം കുടിച്ചു, ചിലർ ചെയ്തില്ല. അപ്പോൾ ചെയ്യാത്തവരെ റസൂലുള്ള ഇത്തിരി ദേശത്ത് പറഞ്ഞിട്ടുണ്ട്, നോമ്പ് മുറിച്ച ആൾക്കാരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. വേറെ ഒരു സഹാബി വന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കഴിവുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പറ്റുമെങ്കിൽ ചെയ്തോ, പറ്റുമെങ്കിൽ എന്ത് ചെയ്യണ്ട, കഴിയില്ലെങ്കിൽ മുറിച്ചോ, ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. തെളിവുകളെല്ലാത്തിനും സഹിയായ ഹദീസുകൾ തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഇളവ് ഉപയോഗിക്കാം. പക്ഷേ ഇത് അങ്ങോട്ട് ഇതിൻ്റെ ഇല്ലാതാക്കാനും പാടില്ല, കുടുസാക്കിയിട്ട് നോമ്പൊക്കെ എടുത്തിട്ട് ബുദ്ധിമുട്ടായിട്ട് പ്രയാസപ്പെടാനും പാടില്ല. ഇതാണ് നോമ്പുമായി ബന്ധപ്പെട്ട ആവശ്യം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ അടുത്ത ആയത്തിലേക്ക് കടക്കും. റമദാൻ മാസം കഴിഞ്ഞിട്ടാകുമ്പോൾ അതേ കൂലി ഉണ്ടാകുമോ? പിന്നെ അതാ ചോദിച്ചത്. നമ്മൾ പൊതുവെ ഹദീസിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ആത്മാർത്ഥമായിട്ട് 5 നേരം നിസ്കരിക്കുന്ന ഒരാൾ, റമദാനിൽ നോമ്പെടുക്കുന്ന ഒരാൾ, അയാൾക്ക് രോഗം വന്നാലും അയാൾക്ക് യാത്രയിലായാലും എന്തായിരുന്നാലും അയാൾ ആരോഗ്യത്തിൽ നാട്ടിൽ താമസിക്കുമ്പോഴും അയാൾ എന്ത് ചെയ്യുന്നുവോ ആ സമയത്തിന് അയാൾക്ക് അതിൻ്റെ കൂലി കിട്ടും. 5 നേരത്ത് പള്ളിയിൽ പോകുന്ന ഒരാൾക്ക് രോഗം വന്നിട്ട് 10 കൊല്ലം പള്ളിയിൽ പോകാൻ കഴിഞ്ഞില്ല, 10 കൊല്ലം അള്ളാഹു എന്തിൻ്റെ കൂലിയാണ് കൊടുക്കുക? പോയ കൂലിയാണ് കൊടുക്കുക. റമദാൻ മാസത്തിൽ യാത്രക്കാരൻ അല്ലെങ്കിൽ അയാൾ നോമ്പെടുക്കുമായിരുന്നു, അള്ളാഹു എന്തിൻ്റെ കൂലിയാണ് കൊടുക്കുക? റമദാൻ്റെ കൂലി. അള്ളാഹ് ഇൻഷാ അള്ളാഹ്. പിന്നീട് ഈ ഡയറക്റ്റുള്ള മസല അത് അള്ളാഹു അറിയിച്ചിട്ടില്ല എന്തിൻ്റെ കൂലിയാന്നുള്ളത്, നമ്മളോട് ചെയ്യാനാണ് പറഞ്ഞത്. അയാളുടെ ഇഖ്ലാസോടുകൂടി അത് അള്ളാഹു ഇൻഷാ അള്ളാഹ് കൊടുത്തിരിക്കാം, ചിലപ്പോൾ സ്വീകരിക്കാം, ചിലപ്പോൾ സ്വീകരിക്കാതിരിക്കാം, ഒക്കെ റബ്ബിനെടുക്കൽ ചെയ്യാം. പിന്നീട് ആളുകൾക്കുള്ള ഡൗട്ടുണ്ട്, ഈ വർഷത്തെ ഖലാ അടുത്ത നോമ്പിൻ്റെ മുമ്പേ വീട്ടിയിട്ടില്ലെങ്കിൽ ഖലാവും ഫിദിയ രണ്ടും വേണോ എന്നുള്ളത്. പണ്ഡിതന്മാരൊക്കെ ആ വിഷയത്തിൽ പറഞ്ഞത്, പിന്നെ കാരണങ്ങളുണ്ടായിട്ട്, അതോ ഒരു സ്ത്രീയാകുമ്പോൾ അവർക്ക് ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും, അവരുടേതല്ലാത്ത കാരണങ്ങളാണെങ്കിൽ നോമ്പ് നോറ്റ് വീട്ടിയാൽ മതി. അല്ല, വെറുതെ അലസമായിട്ട് അടുത്ത റമദാനായിട്ട് നോമ്പ് വീട്ടുന്നില്ല എങ്കിൽ അവർ പിന്നെ ഖലാ വീട്ടുകയും വേണം, ഫിദിയ കൊടുക്കുകയും വേണം എന്നത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഹദീസ് വെച്ചിട്ട് പണ്ഡിതന്മാർ ആ നിലക്ക് സംസാരിക്കുന്നുണ്ട് എന്നതാണ് ആ വിഷയത്തിൽ ഫത്വകൾ നൽകുമ്പോഴൊക്കെ പണ്ഡിതന്മാർ നൽകാറുള്ളത്. അള്ളാഹു ആലം എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇനി അടുത്തായത് ഇത്രയും നിങ്ങളുടെ ഡൗട്ട് ചോദിക്കാൻ നിന്നൂടെ, അല്ലെങ്കിൽ നമ്മളിട്ട് അടുത്ത് ഒന്നിച്ചായി ഇനി അടുത്ത് വരുത്തുണ്ടാക്കുക. അള്ളാഹു ആലം. ഒരാൾക്ക് ഇല്ല, ഒരാൾക്ക് നോമ്പ് കടയുണ്ട്, ആ നോമ്പ് കടയുള്ളത് മക്കൾക്ക് എന്ത് ചെയ്യാൻ വീട്ടാം. ഇനി അറിയില്ലെങ്കിൽ അങ്ങനെ പലതും അള്ളാഹു പിന്നെ നമ്മൾക്ക് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹ, ഒരാൾക്ക് കഴിയാത്ത അള്ളാഹു അയാൾ ഏൽപ്പിക്കുന്നില്ല. മരണം സംഭവിക്കാം, എന്തു സംഭവിക്കാം, അത് വേറെ. ഈ പിന്നെ നോമ്പ് ആ നിലക്ക് ചെയ്യാം. നേർച്ചയോ ആ നിലക്കോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബാധ്യതയായിട്ടുണ്ടെങ്കിൽ, നമുക്കറിയുന്നില്ലല്ലോ, ഒരാളുടെ നമ്മളറിയാത്ത വിഷയത്തിൽ നമ്മളറിയാത്ത വിഷയത്തിൽ അള്ളാഹു നമ്മളെ ശിക്ഷിക്കൂല ഇൻഷാ അല്ലാഹ്. നെക്സ്റ്റ്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ.
ഈ ആയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നോമ്പാണ് വിഷയം. കഴിഞ്ഞ ആയത്ത് ഈ ആയത്തൊക്കെ നോമ്പാണ് വിഷയം, ഇനിയും നോമ്പാണ് വിഷയം. പക്ഷെ അതിൻ്റെ ഇടക്കല്ല കൊടുത്ത ആയത്ത് ഇതാണ്. വ ഇദാ സഅലക, നിന്നോട് ചോദിച്ചാൽ, ഇബാദി, എൻ്റെ അടിമകൾ, അഥവാ റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് അള്ളാഹ് പറയുക, എൻ്റെ അടിമകൾ നിന്നോട് ചോദിച്ചാൽ, അന്നി, എന്നെപ്പറ്റി, ഫ ഇന്നി ഖരീബുൻ, ഫ ഇന്നി, തീർച്ചയായും ഞാനുണ്ട്, ഖരീബുൻ, അവരുടെ സമീപത്ത്, ഉജീബു ദഅവത ദാഇ, ദുആ ചെയ്യുന്നവൻ്റെ ദുആഇന് ഉത്തരം കൊടുക്കാൻ, ഫൽ യസ്തജീബൂലി, അവർ ആ സമയത്ത് എനിക്കെന്ത് ചെയ്യട്ടെ, ഫൽ എന്നോട് ആരെങ്കിലും ദുആ ചെയ്യാണ്, ആ സമയത്ത് ദുആ ചെയ്യുന്ന ഘട്ടത്തിൽ അവർക്ക് ഉത്തരം കൊടുക്കാൻ അവരുടെ സമീപത്ത്, ഫ ഇന്നി ഖരീബ്, അവരുടെ സമീപത്ത് ഞാനുണ്ട്, ഉജീബു, ഉത്തരം നൽകാൻ, ദഅവത ദാഇ, ദുആ ചെയ്യുന്നവൻ്റെ ദുആഇന് ഉത്തരം കൊടുക്കാൻ. എന്നിട്ട് അല്ലാഹു തആല ഒന്ന് വിശദീകരിക്കുകയാണ്, ഫൽ യസ്തജീബൂലി, അവരെനിക്ക് ഇജാബത്ത് നൽകട്ടെ, വൽ യുഅ്മിനൂ ബി, അവരിൽ വിശ്വസിക്കട്ടെ, ലഅല്ലഹും യർഷുദൂൻ, അവർ നേർവഴി ആയേക്കാം, അല്ലെങ്കിൽ നേർവഴി ആകാൻ വേണ്ടിയിട്ട്. നോമ്പായിരുന്നു വിഷയം, പക്ഷെ അല്ലാഹ് പ്രാർത്ഥനയിലേക്ക് മാറ്റി. പ്രാർത്ഥന മാറ്റിയതുപോലെ നിങ്ങൾ ഈ ആയത്തിൻ്റെ സ്റ്റൈല് കണ്ടോ? റസൂലെ, എന്നെപ്പറ്റി എൻ്റെ അടിമ താങ്കളോട് ചോദിച്ചാൽ എന്നല്ല ആദ്യ വചനം. ഇങ്ങനെ കുറേ ആയത്ത് ഖുർആനിൽ കാണാം. യസ്അലൂനക അനിർ റൂഹ്, യസ്അലൂനക അനിൽ അഹില്ല, യസ്അലൂനക അനിൽ മഹീൽ, അവർ ഹിലാൽ മാസപ്പിറവിയെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കുന്നു, ആത്മാവിനെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കുന്നു, ഹൈദിനെ പറ്റി നിങ്ങളോട് ചോദിക്കുന്നു. അപ്പോഴൊക്കെ ഇങ്ങനെ അവർ നിങ്ങളോട് ചോദിക്കുമ്പോൾ എന്താ അള്ളാഹുവിൻ്റെ അടുത്തായതെന്നറിയോ? കുൽ, നിങ്ങൾ പറ, കുൽ, നിങ്ങൾ പറ എന്നതായിരിക്കും വചനം. അങ്ങനെ നിങ്ങളോട് ഒരു വിഷയത്തെപ്പറ്റി ജനങ്ങൾ ചോദിച്ചാൽ കുൽ, നിങ്ങൾ പറ എന്ന് പറയാത്ത ഒരായത് ഈ വിഷയം മാത്രം. നീ പറ. ശരിക്കും നബിയോട് ചോദിച്ചാൽ നബിയല്ലേ പറയേണ്ടത്, അല്ലേ? വ ഇദാ സഅലക ഇബാദി അന്നി, എൻ്റെ അടിമ എന്നെപ്പറ്റി താങ്കളോട് ചോദിച്ചാൽ കുൽ, നിങ്ങൾ പറ, ഫ ഇന്നി ഖരീബുൻ, ഞാൻ അവരുടെ സമീപത്തുണ്ട് എന്നായിരുന്നു പറയേണ്ടത്. പക്ഷെ അവിടെ പോലും എന്തില്ല? കുൽ ഇല്ല. ഈ ആയത്തിൽ മാത്രം. എന്തുകൊണ്ടാണ് ഇതില്ലാത്തത്? ഇത് ദുആയുടെ വിഷയമാണ്, അള്ളയും അടിമയും തമ്മിലുള്ള വിഷയമാണ്. ഇതിൻ്റെ ഇടയിൽ ആരെപ്പോലും അള്ള വെച്ചിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും അള്ള വെച്ചിട്ടില്ല. എൻ്റെ അടിമ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരുടെ സമീപത്തുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി, എന്നോട് പ്രാർത്ഥിക്കുന്നവൻ്റെ എല്ലാ ദുആക്കും ഉത്തരം കൊടുക്കാൻ. സഹോദരങ്ങളെ, ഇതിലും വലിയൊരു ആയത്ത് നമുക്കിനി വേണ്ട. അള്ളാഹ് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ, അല്ലേ? ഖുർആൻ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ആ അള്ളാഹ് പറയാണ്, ഞാൻ അടിമയുടെ സമീപത്തുണ്ട്. എന്തിനാ അള്ളാഹ് നമ്മുടെ സമീപത്തുള്ളത്? ദുആ ചെയ്യുന്നവൻ്റെ ദുആക്ക് ഉത്തരം കൊടുക്കാൻ. അപ്പം അള്ളാഹ് സദാ സന്നദ്ധന തരാൻ. നമ്മളിനി അള്ളാഹിനോട് ചോദിച്ചാൽ മതി, അല്ലേ? വേറെ ആഫിറിൽ കാണാം, വഖാല റബ്ബുക്കും ഉദ്ഉനി, നിങ്ങളുടെ നാഥൻ പറഞ്ഞിരിക്കുന്നു എന്നോട് ദുആ ചെയ്യ്, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. ചോദിച്ചാൽ അള്ളാഹ് എന്ത് ചെയ്തു തരും? ഉത്തരം തരും. ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, അള്ളാഹിൻ്റെ ഉത്തരത്തെ തൊട്ട് എനിക്കൊരിക്കലും പേടിയില്ല, കാരണം അള്ളാഹ് പറഞ്ഞു ചോദിച്ചാൽ ഉത്തരം തരും. ഇവിടെ ഞാൻ പറഞ്ഞു എനിക്ക് പേടി എൻ്റെ ചോദ്യത്തിലാണ്, അല്ലേ? ചോദിക്കുന്നവരുണ്ടോ അല്ലേ? അള്ളാഹ് എല്ലാത്തിനും തരും, പക്ഷെ ചോദിക്കുന്ന ആൾക്കാരില്ല. നമ്മൾ ചോദിക്കുന്നില്ല. നമ്മുടെ അടുത്തുണ്ട് അള്ളാഹ്. എന്തിനാ നമ്മൾ ചോദിക്കുന്നതിന് ഉത്തരം തരാൻ. എത്ര ഹദീസുകളിൽ വന്നു, നിങ്ങളുടെ റബ്ബിന് നാണമുണ്ട്, ലജ്ജയുണ്ട്. എന്ത് വിഷയത്തിൽ? അള്ളാഹിനോട് രണ്ട് കയ്യും നീട്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു ഉത്തരവും കൊടുക്കാതെ ആ കയ്യെ മടക്കി അയക്കുന്നതിൽ അള്ളാഹ്ക്ക് ഭയങ്കര ലജ്ജയാണ്. അഥവാ സിഫറായിട്ട്, സീറോയിലല്ല മടക്കൂല, എന്തെങ്കിലും ഒന്ന് തരും. ആ തെരത്ത് എന്തായിരിക്കും? വേറെ ഹദീസിൽ വന്നു, അള്ളാഹിനോട് ദുആ ചെയ്താൽ നിങ്ങൾക്ക് ഒന്നുകിൽ ചോദിച്ചത് തരും, അല്ലെങ്കിൽ ദുരന്തം മാറ്റിത്തരും, അല്ലെങ്കിലോ പരലോകത്തേക്ക് ഗുണം ചെയ്യും, അത് നന്മയാക്കി മാറ്റിവെക്കും. മൂന്നിലൊരു ഉത്തരം ഉറപ്പാണ്. വേറെ ഹദീസിൽ കാണാം, കുടുംബബന്ധം മുറിക്കാനല്ല ഒരാൾ ചോദിക്കുന്നത്, ഹറാമായ കാര്യം അല്ല ഒരാൾ ചോദിക്കുന്നത്, എങ്കിൽ അയാൾക്ക് ഈ മൂന്ന് രീതിയിൽ എന്തായിരുന്നാലും അവർക്ക് എന്ത് കൊടുക്കും? ഉത്തരം കൊടുക്കും. സഹാബികൾ ചോദിച്ചു, ഇതന്നുക്സിറ യാ റസൂലല്ലാഹ്, അപ്പോൾ ഞങ്ങൾ ദുആ അധികരിപ്പിച്ചാലോ? അല്ലാഹു അക്സർ, അള്ളയും ഒരുപാട് ഉത്തരം തരും. അള്ളാഹിൻ്റെ അടുത്തേക്ക് ഒരു ചാണെടുത്താൽ ഇങ്ങോട്ടേക്ക് എത്രയാ? ഒരു മുഴം.
എവിടെയും ഒരു മുസ്ലിമിന് അല്ലെങ്കിൽ ഒരു മനുഷ്യന് അള്ളാഹിനെ കൈവിട്ടിട്ട് വേറെ ഒരു സ്ഥലത്തേക്ക് പോകാൻ കഴിയൂല. കാരണം പച്ചലല്ല പറഞ്ഞു ചോദിച്ചാൽ തരും, ചോദിച്ചോ തരും അല്ലേ. തെറ്റ് ചെയ്തവരോട് പറഞ്ഞു നബിയെ പറഞ്ഞേക്ക്. സ്വന്തം മനസ്സിനോട് അക്രമങ്ങളൊക്കെ ചെയ്ത ആൾക്കാർ അവരാണ് അള്ളാഹു അല്ലാത്തോട് പോയിട്ട് ഖേദം പറയുന്നത്, എന്നെ അള്ളാഹ് സ്വീകരിക്കൂല. അവരോട് പറ ലാ തഖ്നതു മിൻ റഹ്മത്തില്ല, അള്ളാഹിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശരാകണ്ട. ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹ് എല്ലാ തെറ്റും പുറത്തു തരും. ഒക്കെ ആരോടാ പറയേണ്ടത്? അള്ളാഹിനോട്. മരണമാണ് ഉറക്ക് മരണമാണ്. ആ ഉറക്കിൻ്റെ അവസാനത്തെ പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് അല്ലേ, ലാ മൽജഅ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക്, ലാ മൽജ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക്, നിന്നിൽ നിന്ന് രക്ഷയില്ല, നിന്നിൽ നിന്ന് അഭയമില്ല, ഇല്ലാ ഇലൈക്, ആരിലേക്കല്ലാതെ? നിന്നിലേക്കല്ലാതെ. അള്ളാഹിനെ പേടിച്ചിട്ട് ഒരാളെ പേടിച്ചാൽ രക്ഷപ്പെടുമല്ലോ. അള്ളാഹിനെ പേടിച്ചിട്ട് എങ്ങോട്ടേക്കാണ് രക്ഷപ്പെടേണ്ടത്? അള്ളാഹിലേക്ക്. അള്ളാഹിനെ ഇഷ്ടപ്പെട്ടിട്ട് അഭയം പ്രാപിക്കേണ്ടത് ആരിലേക്കാ? അള്ളാഹിലേക്ക്. അള്ളാഹിനെ പേടിച്ചിട്ട് നമുക്ക് പോകാൻ അള്ളയേ ഉള്ളൂ, അള്ളാഹിനെ ഇഷ്ടപ്പെട്ടിട്ട് പോകാനും ആരേ ഉള്ളൂ? അള്ളയേ ഉള്ളൂ. എല്ലാം അള്ളാഹിലേക്ക്. അതുകൊണ്ട് അള്ളാഹ് തരൂല എന്ന് വിചാരിച്ചിട്ട് ആരും ചോദിക്കാതിരിക്കണ്ട അല്ലേ. ഇനി ലൗ അന്ന യാ ഇബാദി ലൗ അന്ന ഔവലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും ഖാമു ഫീ സഈദിൻ വാഹിദ്, മനുഷ്യരെ നിങ്ങളിൽപ്പെട്ട ആദ്യത്തവർ അവസാനത്തവർ ജിന്ന് ഇൻസ് എല്ലാവരും ഒരു വലിയ ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. എന്നിട്ട് എല്ലാവരും ഫസഅലൂനി, എല്ലാവരും എന്നോട് ചോദിച്ചു, ഞാൻ എല്ലാവർക്കും ഉത്തരം കൊടുത്തു. എൻ്റെ ഖജനാവിൽ നിന്ന് സമുദ്രത്തിൽ ഒരു സൂചി കുത്തിയാൽ ആ സൂചി പുറത്തെടുക്കുമ്പോൾ എത്ര വെള്ളം, എത്ര തുള്ളി അള്ളിപ്പിടിച്ചിരിക്കുമോ എൻ്റെ ഖജനാവിൽ നിന്ന് അത്രയേ കുറഞ്ഞു പോകും. അതുകൊണ്ട് അള്ളാഹിനോട് ചോദിച്ചിട്ട് അള്ളാഹിൻ്റെ എന്ത് ചെയ്യുന്നില്ല? കുറവ് വരുന്നില്ല. ചോദിച്ചോ, ഏത് സമയത്തും ചോദിച്ചോ. എപ്പോഴാണ് ചോദിക്കേണ്ടത്? ആവശ്യം വരുമ്പോൾ മാത്രമല്ല ചോദിക്കേണ്ടത്. സന്തോഷം വരുമ്പോൾ, നിങ്ങൾക്ക് സങ്കടം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹ് ഉത്തരം തരണോ? സന്തോഷം വരുമ്പോൾ ആരോട് ചോദിച്ചോ? അള്ളാഹിനോട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളുണ്ട് അല്ലേ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് അത്താഴത്തിൻ്റെ നേരം. നമ്മൾ നോമ്പിനൊക്കെ അത്താഴത്തിന് ഇറങ്ങുന്നുണ്ടല്ലോ, എഴുന്നേൽക്കുമല്ലോ അല്ലേ. ആ സമയത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അള്ളാഹ് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. എന്ത് ചോദിച്ചാലും തരും, തൗബ സ്വീകരിക്കും, മാപ്പ് തെറ്റ് അള്ളാഹ് പുറത്തു തരുന്ന സമയമാണത്. ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ ദുആക്കുത്തലുള്ള സമയമാണ്. ബാങ്ക് കൊടുത്തു, ഇഖാമത്തുണ്ട്, പള്ളിയിൽ പോയിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കണ്ട, ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്ന സമയമാണ് അല്ലേ. യാത്ര ഉത്തരം കിട്ടുന്ന സമയമാണ്. ആക്രമിക്കപ്പെട്ടവൻ ഉത്തരം കിട്ടുന്ന സമയമാണ്. മാതാപിതാക്കൾ മക്കൾക്ക് അനുകൂലമായി പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടുന്ന സമയമാണ്. എതിരെ പ്രാർത്ഥിച്ചാലും കിട്ടും. അതുപോലെ തന്നെ പിന്നെ വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരൻ്റെ ദുആ ഞാൻ പറഞ്ഞല്ലോ അല്ലേ. ഇങ്ങനെ കുറേ ഉത്തരം കിട്ടുന്ന സമയങ്ങളുണ്ട്, സ്ഥലങ്ങളുമുണ്ട്. അറഫയിൽ എന്ത് കിട്ടും? ഉത്തരം കിട്ടും. ആ നിലക്ക് പിന്നെ കഅബയുടെ ഭാഗത്ത് പിന്നെ ദുആക്ക് ഉത്തരം കിട്ടുന്ന ഭാഗമുണ്ട്. ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. എവിടുന്നും ഉത്തരം കിട്ടും. നമ്മൾ അതിൻ്റെ സ്പെഷ്യൽ സ്ഥലങ്ങളും സമയങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക, ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. നടത്തത്തിലും ഇരുത്തത്തിലൊക്കെ ദുആ ചെയ്യുക. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഖിബലക്ക് നേരെ തിരിഞ്ഞ് കൈ ഉയർത്തി പ്രാർത്ഥിക്കുക, അള്ളാഹിനെ പുകഴ്ത്തുക, സ്തുതിക്കുക, സ്വലാത്ത് ചെല്ലുക. എന്നിട്ട് ആദ്യം ചെയ്ത തെറ്റ് എല്ലാം പറയുക. എപ്പോഴും ഇങ്ങനെ ചോദിക്കൽ മാത്രമല്ല, അള്ളാഹിനോട് ഏറ്റു പറയുക അല്ലേ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ അതാണ്, പഠിച്ചവനെ നീ ചെയ്ത എല്ലാ അനുഗ്രഹവും എനിക്കറിയാം, പക്ഷെ നീ അനുഗ്രഹം തരുന്തോറും ഞാൻ നിന്നോട് നന്ദി കേട് കാണിക്കുക. അള്ളാഹ് തരുന്തോറും നമ്മൾ എന്താ ചെയ്യുക? നന്ദി കേട് എടുത്ത് അള്ളാഹിൻ്റെ അടുത്ത് സമ്മതിക്കുക. അതുകൊണ്ട് പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൽ നിന്ന് തിരിയാൻ നമുക്ക് സമയം ഉണ്ടാകില്ല. എപ്പോഴും ചോദിക്കണം, അള്ളാഹിനോടേ ചോദിക്കാൻ പാടുള്ളൂ. പല ആളുകളും പല രീതിയിലും പിന്നെ നമ്മുടെ നാടുകളിലൊക്കെ കാണാം, പറയാതിരിക്കാൻ വയ്യ. അള്ളാഹ് എല്ലാ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്ന് അള്ളാഹ് പറയുമ്പോൾ ആളുകളെ ഖബറിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഖബറിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത് എതിർക്കുകയല്ല കേട്ടോ. നമ്മൾ ഖബർ സന്ദർശിക്കണം. ആ ഖബർ സന്ദർശിക്കുന്നത് പിന്നെ നമ്മുടെ മരണം ഓർക്കാനാണ്, പരലോകം ഓർക്കാനാണ്, പിന്നെ പോയി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യാനാണ്. അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. നാട്ടിലത്തെ ഖബർ സന്ദർശിക്കണം എന്നല്ല പറഞ്ഞത്. ലോകത്തേത് ഖബർ നമ്മൾക്ക് എന്ത് ചെയ്യുക? സന്ദർശിക്കാം. കാരണം മരണം ഓർക്കാനാണ്. നമുക്കിവിടെ സന്ദർശിക്കാം. അത് പിന്നെ ഉമ്മൻ്റെ ഉപ്പൻ്റെ ഒക്കെ ഖബറാകുമ്പോൾ
ഭക്തി കൂടുതൽ കിട്ടും പ്രാർത്ഥിക്കുമ്പോൾ. നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരെ വിചാരണം ഈ ഖബറേ സന്ദർശിക്കാൻ പാടുള്ളൂ എന്നല്ല, മരണം ഓർക്കാനല്ലേ. ഖബറുകൾ നിരന്തരം ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? സന്ദർശിച്ചു കൊണ്ടേയിരിക്കണം. ആ നിലക്ക് നമ്മുടെ മരണത്തെക്കുറിച്ച് ഓർക്കുക, പരലോകത്തെക്കുറിച്ച് ഓർക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇതിന് ഒരു സ്പെഷ്യലായിട്ട് ആരുടെയും പിന്നെ ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് ഖബറുകൾ കെട്ടിപ്പൊന്തിച്ച് ജാറങ്ങൾ അവിടെ ആക്കിയിട്ട് അവിടെ പോയി ദുആ ചെയ്യുന്നത്. അത് അവർക്ക് വേണ്ടിയിട്ടല്ല ദുആ ചെയ്യുന്നത്, നമ്മൾ ആവശ്യങ്ങൾ ഇങ്ങോട്ട്. ആ ഖബറാളിയും ഈ മനുഷ്യൻ തമ്മിൽ എത്ര ദൂരമുണ്ട്, അതിനേക്കാളും അടുത്താണ് അള്ളാഹ് ഇവനും. ഫഇന്നി ഖരീബ്, അടുത്തുണ്ട്. സഹാബികൾ ഉറക്കെ പ്രാർത്ഥിച്ചൊരു വേള, നിങ്ങൾ ബദിരനെയല്ല അഥവാ ചേടുപൊട്ടനെയല്ല നിങ്ങൾ പ്രാർത്ഥന കേൾപ്പിക്കുന്നത്. ആരെയാണ്? അള്ളാനെയാണ്. അള്ളാഹിനോട് മെല്ലെ പറഞ്ഞാൽ മതി. മൈക്കിൽ നമ്മുടെ പ്രാർത്ഥനേൻ്റെ നമ്മൾ വിചാരം ഒരാളിങ്ങനെ അറബി പറയുക, വേക്കത്തെ ആൾക്കാർ ആമീൻ പറയും. ഇത് പ്രാർത്ഥനയല്ല, ഇതല്ല പ്രാർത്ഥന. ഒരാളിങ്ങനെ പ്രാർത്ഥിക്കുക, നമ്മൾ ഇങ്ങനെ തലയൊക്കെ കുലുക്കിയിട്ട് ആമീൻ പറയുന്നുണ്ടാവും. എന്താ പറയുന്നത് നിങ്ങൾക്ക് ഇതിട്ടുണ്ടാവില്ല. എനിക്കനുഭവമുണ്ട്. ഒരു മൈലാക്കുട്ടി പ്രാർത്ഥിച്ച് ഞാൻ കേട്ടതാണ്, അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി, അല്ലാഹുമ്മ ഗഫിർലി ദുനൂബന, അല്ലാഹുമ്മ ഗഫിർലി എന്നാൽ എൻ്റെ തെറ്റ് പുറത്തു തരണം എന്നാ. അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി എല്ലാവരും ആമീൻ പറയുന്നുണ്ട്. ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ എല്ലാ തെറ്റും പുറത്തു തരുന്നത്. അത് തെറ്റുപറ്റിപ്പോവുകയാണ്. ഞാൻ പറയാണ്, അർത്ഥം അറിയാത്ത ആൾക്കാർ എല്ലാത്തിനും ആമീൻ പറയാണ്. എൻ്റെ പ്രാർത്ഥന ആരാ പ്രാർത്ഥിക്കേണ്ടത്? ഞാനാ. അല്ലേ? റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പോലും ഒരു പെണ്ണ് വന്ന് കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പറഞ്ഞപ്പോൾ റസൂൽ പറയാം, നീ പ്രാർത്ഥിക്ക്, അള്ളാഹിൻ്റെ റസൂലെ, നിങ്ങളുടെ റസൂലല്ലേ നിങ്ങൾ ദുആ ചെയ്യുന്ന പറഞ്ഞപ്പോൾ ആന്തി മുൽത്തർ, നീ പിന്നെ പ്രയാസപ്പെടുന്നവരാ. അമ്മ യുജീബുൽ മുൽത്തറ ഇതായി അള്ളാഹിൻ്റെ ആയത്തോതി കൊടുക്കുകയാണ്. അത് പ്രയാസപ്പെട്ടവൻ്റെ ഒരു ദുആക്ക് ഉത്തരം കൊടുക്കുന്നവനാണ് അള്ളാഹ്. ആർക്കാണോ ആവശ്യം ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുക അവനാ കിട്ടുക, വേറെ ആൾ ഏൽപ്പിക്കലല്ല. അല്ലേ? എന്നും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, ഓനിക്കൊരു പണിയും ഉണ്ടാകും, ഇങ്ങനെ ഏൽപ്പിക്കൽ എനിക്ക് പണി ഉണ്ടാകുക അല്ല. എനിക്ക് വേണ്ടിയ കാര്യം ഞാൻ എന്ത് ചെയ്യണം? അള്ളാഹിനോട് ചോദിക്കണം. ചോദിക്കുന്ന പോലെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. മല്ലം യസ്അലില്ല യാ അല്ലാഹു അലൈ, അള്ളാഹിനോട് ചോദിക്കാത്തവനിക്ക് അള്ളാഹ് കണ്ടുകൂടാ. നമുക്ക് നേരെ തിരിച്ചാൽ എന്നും എന്നോട് തന്നെ ചോദിക്കുമ്പോൾ എനിക്ക് അവനെ കണ്ടുകൂടായിരിക്കും. ഓൻ്റെ മൊബൈൽ ഓൻ്റെ ഇത് വരുമ്പോൾ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അല്ലേ? മാറ്റി വെച്ചിട്ടുണ്ടാവും. ഇതാ അള്ളാഹ്ക്ക് അങ്ങനെയല്ല, ചോദിക്കാത്തവരോട് ദേഷ്യ. ചോദിക്കണം അള്ളാഹ്ക്ക്. നിങ്ങൾക്ക് ഉത്തരം തരും അള്ളാഹ്, എല്ലാവർക്കും ഉത്തരം തരും. ഹറാമ് ചോദിച്ചില്ലെങ്കിലും, കുടുംബബന്ധം മുറിക്കാൻ ചോദിച്ചിട്ടില്ലെങ്കിലും, ഹറാമ് സമ്പാദിക്കുന്നില്ലെങ്കിലും ഒപ്പം ഉത്തരം കിട്ടില്ല. നിങ്ങൾ ധൃതി കാണിക്കുകയാണെങ്കിൽ, അഥവാ ഞാൻ ദുആ ചെയ്ത് എനിക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നുള്ള ചിന്തയാണോ, അള്ളാഹ് ഉത്തരം തരൂല. 40 വർഷങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഉത്തരം കിട്ടാൻ, അല്ലേ? മൂസാ നബിക്ക് അള്ളാഹുവിൻ്റെ അടുക്കുന്ന ഒരു ഉത്തരം കിട്ടാൻ 40 കൊല്ലം എടുത്തു. ഇബ്രാഹിം നബിക്ക് 100 കൊല്ലം എടുത്തു എന്നൊക്കെ തഫ്സീറുകളിൽ ഇങ്ങനെ കാണാം. ഒരു ദുആക്ക് ഉത്തരം കിട്ടാൻ ഒരുപാട് കൊടുത്തു. എന്നാലും അള്ളാഹ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ചോദിച്ചത് മാത്രമൊന്നുമല്ല, എക്സ്ട്രാ തരും അള്ളാഹ്. ചിലപ്പോൾ ദുരന്തങ്ങൾ മാറ്റി തരും അള്ളാഹ്. ശരീരത്തിൽ വലിയൊരു അസുഖങ്ങളൊക്കെ ഉണ്ടാകും, ചെയ്ത ദുആ കൊണ്ട് ഈ അസുഖങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. നമുക്കറിയില്ല. എപ്പോഴും പ്രാർത്ഥിക്കണം. നമുക്ക് മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴും ഇഹ്ദിനാന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളെ നീ നേർമാർഗത്തിലാക്കണേ ഇസ്ലാം. ഇഹ്ദിനാ, ഞങ്ങളെ നേർമാർഗത്തിലാക്കിത്ത അള്ളാഹ്. ഇഹ്ദിനി എന്നല്ലല്ലോ, അല്ലേ? മുസ്ലിങ്ങളെ കൊണ്ട് നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. സിറിയയിൽ ഇപ്പോൾ നമ്മൾ കാണുകയാണ്, കൊന്നുകളയാണ്. അള്ളാഹു അവർക്കൊക്കെ നിർഭയത്വം കൊടുക്കുമാറാകട്ടെ. ഏത് സമയത്തും നമ്മൾ പ്രാർത്ഥിക്കുക. ലോകത്തെവിടെയും ഒരു മുസ്ലിമിനെ വേദന സഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിലത് ഉണ്ടായിരിക്കണം. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അള്ളാഹ് പറയാണ്, എന്നോട് ദുആ ചെയ്യുന്നവൻ്റെ ദുആക്ക് ഉത്തരം കൊടുക്കാൻ ഞാൻ അടുത്തുണ്ട്. ഫൽയസ്തജീബൂ ലീ വലിയുഅ്മിനൂ ബി, അവരെനിക്ക് ഉത്തരം തരട്ടെ, അതുപോലെ തന്നെ വിശ്വസിക്കട്ടെ. ലഅല്ലഹും യർഷുദൂൻ, അവരെന്ത് ചെയ്തേക്കാം? നേർമാർഗം പ്രാപിച്ചേക്കാം. ഇതാണ് ഈ പ്രാർത്ഥനയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു സമയത്തും ഷിർക്ക് എന്ന് പറയുന്ന തെറ്റ് നമ്മളിലേക്ക് ഉണ്ടായി പോകരുത്. പ്രാർത്ഥന നിങ്ങളൊരു ഭാഗത്ത് പഠിച്ചു, ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ഷിർക്ക്. അള്ളാഹിനോട് ദുആ ചെയ്യണം നിങ്ങൾ പഠിച്ചു. സൂറത്തുൽ ജിന്നിൽ ഒരായത്ത് കാണാം, അന്നൽ മസാജിദ ലില്ലാ ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. തീർച്ചയായും പള്ളികൾ അള്ളാഹ്ക്കുള്ളതാണ്, അള്ളാഹിനോടൊപ്പം, അള്ളാഹിനെ ഒഴിവാക്കിയിട്ടല്ല ഒരാളോട് നിങ്ങൾ ദുആ ചെയ്യരുത്. പ്രാർത്ഥന ആരോട് മാത്രം? അള്ളാഹിനോട് മാത്രം. ഈ ആയത്തിൽ കണ്ടല്ലോ നിങ്ങൾ, നബിയെപ്പോലും സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ പല കിതാബുകളിലൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കിതാബുകളിലൊക്കെ കാണാം, ആദൻ നബി സ്വർഗത്തിൽ നിന്ന് തെറ്റ് ചെയ്തപ്പോൾ ആദൻ നബി ഇങ്ങനെ നോക്കുമ്പോൾ കാണുകയാണ് അർഷിൻ്റെ അടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാഹിൻ്റെ കൂടെയുള്ള നാമം നബീൻ്റെ നാമമാണ്. അതുകൊണ്ട് ആദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുലാക്കിക്കൊണ്ട് അള്ളാഹിനോട് ദുആ ചെയ്തപ്പോഴാണ് പാപം പുറത്തു കൊടുത്തത്. ഖുർആനിൽ കാണുന്നു, അള്ളാഹിനോട് ആദൻ നബി ഡയറക്റ്റ് തൗബ ചെയ്തു, അള്ളാഹ് തൗബ സ്വീകരിച്ചു. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ
ഒന്നും ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയില്ല. സഹാബികൾ വീട്ടിലിരിക്കുകയാണ്, അവർക്ക് പല ആവശ്യങ്ങളും വന്നു. ഒരു സഹാബിയും വീട്ടിലിരുന്നിട്ട് റസൂലേ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. നമ്മൾ സംഭവങ്ങൾ കേൾക്കാറുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഓടി വരികയാണ്, റസൂലെ നാട്ടിൽ മഴയില്ല, എല്ലാം ചത്തൊടുങ്ങുകയാണ്, നിങ്ങൾ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണേ. എവിടെ വന്നിട്ടാണ് പറയുന്നത്? പള്ളിയിൽ വന്നിട്ട് നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യ്. നബിയെ മഴ തരണേ എന്നല്ല ഇയാൾ പറയുന്നത്. നബിയെ നാട്ടിൽ മഴയില്ല, നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യ്. ഈ സ്വഹാബി വീട്ടിലിരുന്ന് ദുആ ചെയ്തോ? നബിയോട് പ്രാർത്ഥിച്ചോ? ഈ സഹാബിക്ക് വേണമെങ്കിൽ ഇന്നത്തെ പോലെയാണെങ്കിൽ ഈ സഹാബിക്ക് വീട്ടിലിരുന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങൾ അല്ലേ? എത്ര ആളുകൾ റസൂലുള്ളാഹിനെ കാണാൻ മജ്ലിസിലേക്ക് വരുന്നു, വരേണ്ട ആവശ്യമുണ്ടോ റസൂലേ? ഇല്ല അല്ലേ? ഏതൊക്കെ നിലക്കാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? ഇന്ന് കാണുകയാണ്, നേരിട്ട് ചെയ്യാണ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് റസൂലുള്ള കൈ പുറത്തേക്ക് ഇട്ടിട്ട് സലാം പറഞ്ഞിരുന്ന ഒരാളുകൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയല്ല. ദുആ അത് അള്ളാഹിലേക്ക് മാത്രം എത്തേണ്ടതാണ്. അള്ളാഹ്ക്കും അടിമക്കും ഇടയിൽ ഒരാളെയും അള്ള ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അത് ചെയ്താൽ ഏത് തെറ്റും അള്ള പൊറുക്കും. പക്ഷെ ഷിർക്ക് സംഭവിച്ചാൽ അള്ള എന്ത് ചെയ്യൂല? പൊറുക്കില്ല. സ്വർഗം നിഷിദ്ധമാണ്, നരകം ശാശ്വതമാണ്. അള്ള തന്ന നാവ് കൊണ്ട് അള്ളാഹുവെ എന്ന് പറയുന്നതിന് പകരം അള്ളാഹിൻ്റെ ഏതെങ്കിലും സൃഷ്ടി, ജിന്നോ മലക്കോ സ്വാലിഹീങ്ങളോ ഔലിയാക്കളോ അമ്പിയാക്കളോ ഒരാളോട് പോലും നമ്മൾ എന്ത് ചെയ്യരുത്? ദുആ ചെയ്യരുത്. അത് ഇസ്ലാമിലില്ല. തെറ്റിദ്ധരിക്കരുത്. ഖബറുകളിൽ പോകുന്നത് പാടില്ല എന്നാരും പറയാറില്ല. പോകണം, നിരന്തരം പോകണം. നമ്മുടെ മരണത്തെക്കുറിച്ച് ഓർക്കാനൊക്കെയാണ്. ഖബറാളിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നതല്ലാതെ ഖബറാളിയോട് ദുആ ചെയ്യുന്ന സമ്പ്രദായം ഇസ്ലാം നിഷിദ്ധമാക്കിയതാണ്. അത് നമ്മൾ ആ ഭാഗത്തേക്ക് എത്തരുത് എന്നുകൂടി സാന്ദർഭികമായിട്ട് മനസ്സിലാക്കുക. ഇതെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും ചോദിക്കുക. അടുത്ത ആയത്തെടുക്കുകയാണെങ്കിൽ എന്തായാലും ഒരു കാമണിക്കൂർ നമുക്ക് വേണ്ടി വരും. ഖബർസ്ഥാനിൽ കയറുമ്പോൾ സലാം പറയണം, അസ്സലാമു അലൈക്കും അഹ്ലദ് ദിയാരി മിനൽ മുഅ്മിനീൻ എന്ന്. അത് ആ സലാം പറയുന്നത് ഖബറാളിയോടല്ല, അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചു. ആ മക്ബറയിൽ കയറുമ്പോൾ ഇന്നത് പ്രാർത്ഥിച്ചിട്ട് ചെയ്യണം. അവരോട് പറയാണ് ഇന്ന് നമ്മൾ അസ്സലാമു അലൈക്കും അഹ്ലദ് ദിയാരി മിനൽ മുഅ്മിനീൻ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുമ്പോൾ വേറെ പ്രാർത്ഥനയിലേക്കാണ് നിങ്ങൾ മുമ്പ് പോയി, നാളെ ഞങ്ങൾ ഇതൊക്കെ ഇന്നിപ്പോൾ നിങ്ങൾ പോയിട്ടോ, അവരിങ്ങനെ ഡൗട്ടായിട്ട് ഞാൻ പോയില്ല എന്നുള്ള ഡൗട്ടായിട്ട് കിടക്കുന്നൊന്നല്ലല്ലോ. അത് ഒരു എല്ലാവർക്കും വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു. ആ നിലക്കാണ് ചെയ്യുന്നത്. എന്തെങ്കിലും നമ്മൾ ഈ ഖബറാളിയോട് ചോദിക്കുന്ന ആൾക്കാർ ഒരു ഇത്തിരി ബുദ്ധിയുണ്ട് ഇങ്ങനെ മനസ്സിലാക്കിയാൽ, ഞാൻ എന്താ പറയൽ, സാധാരണ നമുക്ക് തോന്നൽ എങ്ങനെയാണ്? ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണ് ആരോട് ദുആ ചെയ്യുന്നത്? മരിച്ചു കിടക്കുന്ന ആരോട്. ജീവിച്ചിരിക്കുന്നവൻ്റെ പ്രശ്നം തീർക്കാൻ ഈ മരിച്ചു കിടക്കുന്ന അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ അയാൾ ഈ മണ്ണിൻ്റെ അടിയിൽ കിടക്കുമോ? എണീറ്റ് പോരൂലേ? ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാവും ഖബറിനുള്ളിൽ കിടക്കാൻ അല്ലേ? എഴുന്നേറ്റ് പോരൂലേ? കുടുങ്ങിപ്പോയിട്ട് കിടക്കാൻ അതിൻ്റെ ഉള്ളിൽ അല്ലേ? അദ്ദേഹത്തിന് എന്തെങ്കിലും കഴിവുണ്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കുമോ? അവരോടാണ് ഇവർ ചോദിക്കുന്നത്. ഒരിക്കലും ഒരാൾക്ക് യോജിക്കാൻ പറ്റാത്തത്. സാധാരണ ആളുകൾ പറയുന്നൊരു വിഷയമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബി വന്ന് പറഞ്ഞു നിങ്ങൾ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന്. അതുപോലെ റസൂലുള്ളാഹിന്റെ മരണശേഷം ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ കൊണ്ട് തവസ്സുലാക്കി പ്രാർത്ഥിച്ചില്ലേ? എന്താണ് ഹദീസിൽ വന്നത്? എന്താണ്? മഴയില്ല, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് മഴയ്ക്ക് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യാണ്. ആരും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനോട് ദുആ ചെയ്യുന്നതല്ല. പഠിച്ചോനെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൻ്റെ ബർക്കത്ത് കൊണ്ട് മഴ തരണേന്ന് പറയലുമല്ല. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ആരോട് ദുആ ചെയ്യുന്നു? അള്ളാഹിനോട് ദുആ ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. ഈ ആയത്തും നമ്മൾക്ക് അള്ളാഹിൽ വിശ്വാസം ഈ ആയത്ത് മതി. നമ്മൾക്ക് നല്ല എല്ലാവർക്കും അല്ലേ? ഞാൻ അവരുടെ സമീപത്തുണ്ട്, ഉത്തരം തരും. ഇതിനും വലിയൊരു ധൈര്യം നമുക്കെന്താ? നമ്മളെ തൊടാനൊരാൾക്കും കഴിയില്ല. പിന്നെ വേറെ ഹദീസ് ഞാൻ നിങ്ങൾ എത്ര തവണ കേൾപ്പിച്ചതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, അള്ളാഹ് നിങ്ങൾക്കൊരു കാര്യം വിചാരിച്ചു, ലോകത്ത് ആർക്കും തടുക്കാൻ പറ്റൂല. അള്ളാഹ് നിങ്ങൾക്ക് തരണ്ടെന്ന് വിചാരിച്ചു, ലോകത്താർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? തരാനും പറ്റൂല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅത. നീ തടഞ്ഞത് തരാനും ആളില്ല, നീ തടുത്തത് തരാനും ആളില്ല. ലോകം മുഴുവനും നിനക്ക് നന്മ വിചാരിക്കുന്നു, അള്ളാഹ് വിചാരിച്ചില്ല, കിട്ടില്ല. എല്ലാവരും നിന്നെ ദ്രോഹിക്കണമെന്ന് വിചാരിക്കുന്നു, അള്ളാഹ് വിചാരിച്ചില്ല, തൊടാൻ കഴിയില്ല. ആരുടെ കയ്യിലൊക്കെ ഉള്ളത്?
അള്ളാഹിനോട്. ഇവിടെ ചോദിക്കേണ്ടത് ആരോടാ? അള്ളാഹിനോട്.